പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ആനുകാലികം 2024 മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. 15 ചോദ്യങ്ങൾ വീതമായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 15 ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതാണ്? 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്കാണ്. അപ്പം നിലമ്പൂർ തേക്കാണ് 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം. നിലമ്പൂർ തേക്കാണ് 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം. രണ്ടാമത്തെ ചോദ്യം, 2024 കേരളത്തിൽ നിന്നും 3-ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? 2024 കേരളത്തിൽ നിന്നും 3-ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? ഉത്തരം ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണിയാണ് 2024 കേരളത്തിൽ നിന്നും 3-ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം. മൂന്നാമത്തെ ചോദ്യം, രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം ഏതാണ്? രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായിട്ട് പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം ഏതാണ്? ഉത്തരം പ്രേരണാസ്ഥലാണ്. പ്രേരണാസ്ഥൽ. അപ്പോൾ പ്രേരണാസ്ഥലാണ് രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകളുമായിട്ട് പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം. നാലാമത്തെ ചോദ്യം, ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? ഉത്തരം നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദിയാണ് ബീഹാറിലെ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നഗരം ഏതാണ്? 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നഗരം ഏതാണ്? ഉത്തരം ശ്രീനഗറാണ്. അപ്പോൾ ശ്രീനഗറാണ് 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നഗരം. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? ഉത്തരം അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി. ഏഴാമത്തെ ചോദ്യം, UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിലെ ഇന്ത്യൻ മേജർ ആരാണ്? UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിലെ ഇന്ത്യൻ മേജർ ആരാണ്? ഉത്തരം രാധിക സെന്നാണ്. രാധിക സെന്നാണ് UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിലെ ഇന്ത്യൻ മേജർ. എട്ടാമത്തെ ചോദ്യം, അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെട്ട അംഗരാജ്യങ്ങളുടെ കൂടിയാലോചനാ യോഗത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെട്ട അംഗരാജ്യങ്ങളുടെ കൂടിയാലോചനാ യോഗത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലാണ് അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ കൂടിയാലോചനാ യോഗത്തിന് വേദിയായ ഇന്ത്യൻ നഗരം. ഒമ്പതാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്?
കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ് കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ. 10ാമത്തെ ചോദ്യം, 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം ഏതാണ്? 46ാമത് അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം ഏതാണ്? ഉത്തരം കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയാണ് 46ാമത്തെ അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? ഉത്തരം പൂനെയാണ്. പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം. 12ാമത്തെ ചോദ്യം, പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗം ഏതാണ്? പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗം ഏതാണ്? ഉത്തരം CISF. CISF ആണ് പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗം. 13ാമത്തെ ചോദ്യം, യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് നടി ആരാണ്? യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് നടി ആരാണ്? ഉത്തരം കരീന കപൂറാണ്. അപ്പോൾ കരീന കപൂറാണ് യൂണിസെഫിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് നടി. 14ാമത്തെ ചോദ്യം, ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബാംബി ബക്കറ്റ് ആണ്. ബാംബി ബക്കറ്റ് എന്നാണ് ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ദൗത്യത്തിൻ്റെ പേര്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പുതിയ ചൈനീസ് അംബാസിഡറായി നിയമിതയായ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് അംബാസിഡറായി നിയമിതയായ വ്യക്തി ആരാണ്? ഷൂ ഫെയ്ഹോങ്. അപ്പോൾ നമ്മൾ ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഷൂ ഫെയ്ഹോങ്. അപ്പോൾ ഇന്ത്യയിലെ പുതിയ ചൈനീസ് അംബാസിഡറായി നിയമിതയായ വ്യക്തിയാണ് ഷൂ ഫെയ്ഹോങ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.